കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കാഞ്ഞങ്ങാട് സ്വദേശിനി ഇഷ കിഷോർ ആദ്യമായി വോട്ട് ചെയ്തത്. ജില്ലയിൽ നിന്നും ഇത്തവണ 7 ട്രാൻസ്ജെൻഡേഴ്സാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. തൻ്റെ സ്വത്വം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവരിൽ നിന്നും അവളായി മാറിയ ഇഷ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ഇഷ കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു വാതിൽ തുറന്നു. ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടർ. ശരിക്കും 2019 വളരെ അഭിമാന നിമിഷമായിരുന്നു. ആദ്യമായിട്ടാണ് ട്രാൻസ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിൽ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഒരു ട്രാൻസ് വോട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട നേതാവിനെക്കുറിച്ച് ഇഷയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്കറിയാം എങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റുകളിൽ എത്തിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് വേണ്ടി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കരുത്തുറ്റ നേതാവായിരിക്കണം നമുക്ക് വേണ്ടുന്നതെന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് വോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജില്ലയിലാകെ 7 വോട്ടർമാരാണുള്ളത്. അതിൽ 5 കന്നി വോട്ടർമാർ. ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ചെയ്യുന്ന ആദ്യത്തെ വോട്ടാണ്. ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ട് പഴയ ഐഡൻറ്റിറ്റിയിൽ. അപ്പം ഇപ്പം സ്വന്തം എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ ചെയ്യുന്ന കന്നി വോട്ടായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. വളരെയധികം ഉത്കണ്ഠയും ആകാംക്ഷയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷവും ഒരു കുളിർമയൊക്കെ ഉണ്ട്. പിന്നെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഇതുവരെ ഉണ്ടായത്. ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ അവകാശം നമുക്കിങ്ങനെ കയ്യിലെത്തി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. ഇരുട്ടടഞ്ഞ മുറിക്കുള്ളിൽ നിന്നും വെട്ടം വിതറിയ വിശാലമായ പ്രകൃതിയെ ഇന്നിവർ ആസ്വദിക്കുന്നു. കടലിനോടും കരയോടും വർത്തമാനം പറയുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വന്നെത്തുമ്പോൾ കാസർഗോഡൻ ചരിത്രവും ഇനിയും ചിലത് രേഖപ്പെടുത്തും. നീലാഞ്ചനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമി തങ്കക്കൈനീട്ടം. ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമെൻ കണ്ണനോ പുണ്യമോ. തെരഞ്ഞെടുപ്പ് കാലം ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കണം. ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലെത്തുന്ന ഇവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ലോകം മുഴുവൻ അവരെ അംഗീകരിച്ചതിൻ്റെ പുഞ്ചിരി, അതുപോലെ തന്നെ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചതിൻ്റെ പുഞ്ചിരി. ആ പുഞ്ചിരി അങ്ങനെ തന്നെ തുടരട്ടെ. ഭയമില്ലാതെ അവരും ജീവിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.